പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നവ്യ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ ആകെ മാറിപ്പോയിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം അറിഞ്ഞതോടുകൂടി തന്നെ അബിക്കിട്ട് നല്ലൊരു മുട്ടം പണി കൊടുക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അബിയും ഡേവിഡും തമ്മിലുള്ള ആ ഒരു കള്ളക്കളി എന്താണ് എന്നും ഈ ജ്വല്ലറിക്കാർ എന്തിനാണ് അബിയെ ഇങ്ങനെ താങ്ങി നടക്കുന്നത് എന്നൊക്കെ പൊളിച്ചെടുക്കാൻ തന്നെ നവ്യ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കും മുത്തശ്ശൻ പറഞ്ഞതൊക്കെ നവ്യയുടെ ഉള്ളിൽ അങ്ങ് തറച്ചു കയറി. നയനയുടെ വളകാപ്പ് ചടങ്ങ് പോയപ്പോൾ മുത്തശ്ശൻ അവളെ സ്പെഷ്യലായി തന്നെ ഉപദേശിച്ചിരുന്നതാണല്ലോ, അബിയെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന്. അവൻ ഏത് നിമിഷവും നിന്നെ ചതിക്കാം, നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും ജീവൻ വരെ അവൻ അപകടത്തിലാക്കാം. അതൊക്കെ കേട്ടപ്പോൾ നവ്യക്ക് പഴയ ആ ഒരു ആവേശം തന്നെ പോയി. മുത്തശ്ശൻ അന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ തേടിയാണ് നവ്യ സ്വന്തം നിലയ്ക്ക് ഒരു DNA ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത്. അബിയുടെയും ആദർശേട്ടനെയും ചന്തമോളുടെയും മുടിനാരകൾ സംഘടിപ്പിച്ച് അതീവ രഹസ്യമായി തന്നെ ഒരു ഫ്രണ്ടിനെ അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും അവയെ കുറ്റപ്പെടുത്തുന്നത് വെറുതെ അല്ല എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ദേവയാനിയും മുത്തശ്ശിയും ജയനും അനിയും വരെ അബിയെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട് എന്ന് തന്നെ നവ്യ ഉറപ്പിച്ചു വിശ്വസിച്ചു. ഗോവിന്ദൻ ഫോണിൽ അബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവഗണിച്ചത് നവ്യയെ വല്ലാതെ വേദനിപ്പിച്ചു. അബി ശരിക്കും ചന്തുമോളുടെ അച്ഛനാണോ, അവൻ എന്നെ പറ്റിക്കുകയാണോ എന്ന പേടി അവളെ വല്ലാതെ വേട്ടയാടി തുടങ്ങി. പണ്ട് ഡേവിഡ് സാർ കൊടുത്ത റിപ്പോർട്ട് കള്ളമായിരുന്നോ എന്നും അവളിപ്പോൾ സംശയിക്കുന്നു. ഡേവിഡ് സാറിനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം അന്ന് ആ റിപ്പോർട്ട് കണ്ണുമടച്ചങ്ങ് സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അബിയെപ്പോലെ ഒരു കുറ്റവാളിക്ക് എന്തിനാണ് ഇത്ര വലിയ ജോലി ഡേവിഡ് സാർ കൊടുത്തത് എന്ന് അവൾ ചിന്തിക്കുകയാണ്. ജ്വല്ലറിയിലെ ഈ ജോലിക്ക് പിന്നിൽ എന്തോ വലിയ കിണിയുണ്ട് എന്ന് അവൾ മണത്തു തുടങ്ങി. ഇതിനിടയിലാണ് അബി രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായി പൂജാമുറിയിലേക്ക് വരുന്നത്. അനന്തപുരിയിലെ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അബി ആ പൂജാമുറിയിൽ നിൽക്കുമ്പോൾ ജലജ അവനെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാണ് ഈ ഒരു മാനേജർ പദവിയെന്നും നവ്യയുടെ റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ ജോലി കിട്ടിയത് എന്നും ജലജ അവനെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ പഴയ ആ കള്ളത്തരമൊന്നും അവിടെ പോയി കാണിക്കരുത് എന്ന് പ്രത്യേകം ജലജ അവനെ ഉപദേശിക്കുന്നത്. നവ്യ പുറമെ അബിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിങ്ങനെ പെടപെടാ പിഴയാണ്. ഈ റിസൾട്ട് വരുന്നത് വരെ അവൾക്ക് സമാധാനമില്ല. ചന്തുമോൾ ഒരിക്കലും അബിയുടെ കുഞ്ഞാവല്ലേ എന്നിങ്ങനെ അവൾ ഉള്ളുരുക്കി പ്രാർത്ഥിക്കാണ്. എന്നാൽ ഹാളിലേക്ക് വന്നിറങ്ങിയപ്പോൾ സീൻ ആകെ മാറി മറിഞ്ഞു. മുത്തശ്ശനും ദേവയാനയ്ക്ക് വല്ലാത്ത ദേഷ്യത്തിലാണ്. ഞങ്ങളുടെ ശത്രുക്കളുടെ ജ്വല്ലറിയിലേക്ക് ജോലിക്ക് പോവാൻ ഞങ്ങളുടെ അനുഗ്രഹം ചോദിക്കരുത് എന്ന് ദേവയാനി തറപ്പിച്ചു പറഞ്ഞു. സ്വന്തം വീട്ടിൽ കള്ളത്തരം കാണിച്ചവനെ ആരനുഗ്രഹിക്കാനാണ് എന്ന് മുത്തശ്ശിയും കടുപ്പിച്ചു ചോദിച്ചു. പക്ഷേ ജലജയ്ക്ക് ഇതിലൊന്നും തന്നെ യാതൊരുവിധ കുലുക്കവുമില്ല. അവൾ നവ്യയും അബിയെയും തള്ളിവിടാനാണ് നോക്കുന്നത്. അവസാനം നവ്യ തന്നെ അബിയെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങാണ്. പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനവും അബിയുടെ മാനേജർ പദവി ഏറ്റെടുക്കലുമൊക്കെ വലിയ ആഘോഷമായി തന്നെ നടന്നു. ഇതെല്ലാം ഹോട്ടൽ മുറിയിലിരുന്ന് നാഗേന്ദ്രനും അവന്തികയും വീഡിയോയിൽ കാണുന്നുണ്ട്. നാഗേന്ദ്രൻ ഡേവിഡിനെ വിളിച്ച് എല്ലാ നിർദ്ദേശങ്ങളും നൽകി. അബി എൻ്റെ മകനാണ്, അവനെ ആദർശിനേക്കാൾ വലിയ മിടുക്കനായി മാറ്റണമെന്ന് അയാൾ ഡേവിഡിനോട് ആജ്ഞാപിച്ചു. തിരിച്ച് വീട്ടിലേക്കെത്തിയ നവ്യ ആകെ കൺഫ്യൂഷനിലാണ്. അബി വന്നപ്പോൾ തന്നെ അവൾ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിവസം എന്ന്. അബി അങ്ങോട്ട് സോപ്പിട്ടുകൊണ്ട് സംസാരിക്കാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണിത് നവ്യേ. ഡേവിഡ് സാർ വലിയ മനുഷ്യനാണ്, എനിക്കെല്ലാം പറഞ്ഞു തന്നു എന്നൊക്കെ അവൻ അങ്ങ് തട്ടിവിടാണ്. നവ്യ അവനെ വീണ്ടും താക്കീത് ചെയ്തു. പക്ഷേ അബി അന്ന് രാത്രി അവൾ അബിയുടെ ക്യാബിനിലേക്ക് ചെന്നപ്പോൾ കേട്ടത് ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു. അബിയും ഡേവിഡും തമ്മിൽ നടന്ന സംസാരം രഹസ്യമായി തന്നെ അവൾ കേട്ടു. ചന്തുമോളുടെയും അനഘയുടെയും കാര്യമുള്ളത് കൊണ്ട് തന്നെ നവ്യ എനിക്ക് സോപ്പിട്ട് നിർത്തേണ്ടി വരുന്നു. എനിക്ക് അവളോട് ഒരു താല്പര്യമില്ല എന്ന് അബി പറയുന്നത് കേട്ട് നവ്യ ആകെ തകർന്നു പോയി. പണ്ട് DNA ടെസ്റ്റ് റിപ്പോർട്ട് മാറ്റിയത് താനാണ് എന്നും അതിൽ അബിയുടെ കുഞ്ഞ് തന്നെയാണെന്നും ഡേവിഡ് സമ്മതിക്കുന്നതും കൂടി കേട്ടതോടുകൂടി തന്നെ നവ്യയുടെ സമനില അങ്ങ് തെറ്റി. അനഘയെ കൊല്ലാൻ ഗുണ്ടകളെ വിട്ടതും നന്ദുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതും എല്ലാം ഇവർ തന്നെയാണെന്ന കാര്യം നവ്യക്ക് അതോടുകൂടെ ബോധ്യപ്പെട്ടു. നവ്യ പിന്നെ ഒട്ടും തന്നെ വൈകിയില്ല. സങ്കടത്തോടുകൂടി തന്നെ പുറത്തേക്ക് വന്ന അവൾക്ക് ഫ്രണ്ടിൻ്റെ ഫോൺ കോൾ വന്നു. DNA ടെസ്റ്റ് റിസൾട്ട് വന്നു, പോസിറ്റീവാണ്. അതെ, ചന്തുമോൾ അബിയുടെ മകൾ തന്നെ. ചന്തുമോൾ അബിയുടെ സ്വന്തം രക്തം തന്നെയാണെന്ന കാര്യമെല്ലാം നവ്യ അറിഞ്ഞു. എല്ലാം അറിഞ്ഞ നവ്യ പിന്നെ ഒരു അഗ്നിപർവ്വതം പോലെയായി. തന്നെയും കുടുംബത്തെയും ഇത്രയും കാലം ചതിച്ചവനെ വെറുതെ വിടില്ല എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു തീരുമാനിച്ചു. നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്ന് സത്യങ്ങളെല്ലാം തന്നെ ഏറ്റുപറഞ്ഞു. ഇനി എൻ്റെ പോരാട്ടം തുടങ്ങിയാണെന്ന് അവൾ പ്രഖ്യാപിച്ചു. ജ്വല്ലറിയുടെ അകത്തിരുന്നു കൊണ്ട് തന്നെ എല്ലാ തെളിവുകളും ശേഖരിച്ച് അവൾ നേരെ ആദർശനും നയനക്കും നന്ദുവിനും ആ രേഖകളെല്ലാം തന്നെ കൈമാറി. നാഗേന്ദ്രനാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്ന് അവൾ കണ്ടെത്തി. ഒടുവിൽ നവ്യ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പരാതി നൽകി. അബിയെയും ഡേവിഡിനെയും നാഗേന്ദ്രനെയും പോലീസ് ചങ്ങലക്കിട്ടു. അബി ചതിച്ച അതേ നാണയത്തിൽ തന്നെ നവ്യ അവന് തിരിച്ചടി കൊടുത്തു. അബിയും ഡേവിഡും നാഗേന്ദ്രനും അഴിക്കുള്ളിലായതോടുകൂടി തന്നെ അനന്തപുരിയിൽ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെയായിരുന്നു. നവ്യയുടെ കണ്ണുകളിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൃഢനിശ്ചയം ജ്വലിച്ചു നിന്നു. എന്നാൽ ജലജ മാത്രം തളർന്നില്ല.
തൻ്റെ മകനെ ഈ അവസ്ഥയിലാക്കിയത് നവ്യയാണെന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ ക്രൂരയാക്കി. നവ്യയെ തറവാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് അവൾ വെല്ലുവിളിച്ചു. പക്ഷേ മുത്തശ്ശൻ ഇടപെട്ടു. ഈ കുടുംബത്തിൻ്റെ മാനം കാത്തത് നവ്യയാണ്. അവളെ തൊട്ടാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അബിയുടെ തനി നിറം പുറത്തായതോടുകൂടി തന്നെ അനഘയുടെ അവസ്ഥയിൽ നവ്യയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അവൾ നേരെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ബോധരഹിതയായി കിടക്കുന്ന അനഘയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ നവ്യ പൊട്ടിക്കരഞ്ഞു. അനഘയെ, നീ പറഞ്ഞതായിരുന്നു സത്യം. നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഞാൻ അവിശ്വസിച്ചു. നീ എന്നോട് ക്ഷമിക്കുകയെന്ന് അവൾ മന്ത്രിച്ചു. ആ കണ്ണുനീർ അനഘയുടെ കൈകളിൽ വീണപ്പോൾ അത്ഭുതമെന്നോണം തന്നെ അനഘയുടെ വിരലുകൾ ചലിച്ചു. മാസങ്ങൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അനഘ പതുക്കെ കണ്ണു തുറന്നു. അനഘ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കേസിൽ വലിയൊരു വഴിത്തിരിവായി. അബിയുടെ ക്രൂരതകൾക്കെതിരെ അവർ മജിസ്ട്രേറ്റിന് മൊഴി നൽകി. ആദർശും നയനയും അനഘയ്ക്കും ചന്തുമോൾക്കും പുതിയൊരു ജീവിതം വാഗ്ദാനം ചെയ്തു. നവ്യ തൻ്റെ എല്ലാ ആഭരണങ്ങളും സമ്പാദ്യങ്ങളും അനഘയുടെയും കുഞ്ഞിൻ്റെയും പേരിൽ എഴുതി വെച്ചു. തനിക്ക് അബിയുടെ കൂടെയുള്ള ജീവിതം ഇനി വേണ്ട എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അവൾ വിവാഹമോചനത്തിന് അപേക്ഷ നൽകുകയും തൻ്റെ മോഡലിംഗ് കരിയറിലൂടെ സ്വന്തം കാലിൽ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അനന്തപുരിയിലെ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ ചന്തുമോളുടെ 6ാം പിറന്നാൾ അവിടെ ആഘോഷഭരിതമാക്കി മാറ്റി. ആ ആഘോഷത്തിൽ നയനയുടെയും ആദർശിൻ്റെയും സന്തോഷം ഇരട്ടിയായിരുന്നു. നാഗേന്ദ്രൻ ജയിലിൽ കടന്ന് തൻ്റെ സാമ്രാജ്യം തകരുന്നത് കണ്ട് പല്ല് കടിച്ചു നിന്നു. തിന്മയുടെ വേരുകൾ പിഴുതെറിഞ്ഞ ആ വീട്ടിൽ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചം വീണ്ടും പരന്നു. നവ്യ തോറ്റുകൊടുക്കാനാവാതെ മുന്നോട്ട് നടന്നപ്പോൾ തറവാടിൻ്റെ ഉമ്മറത്തു നിന്ന് മുത്തശ്ശൻ നിറപുഞ്ചിരിയോടുകൂടെ അവളെ നോക്കി നിന്നു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.